ഹായ് ഓൾ, വെൽക്കം ടു സമ്മർ ഫ്ലവേഴ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും താമരയുടെ വളപ്രയോഗത്തെ പറ്റി. ഞാനും ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി തന്നെ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. താമരയുടെ അവസ്ഥ നോക്കി വേണം നമ്മൾ വളം വെച്ച് കൊടുക്കാനായിട്ട്. ഒരുപാട് വളം ചെയ്തു എന്ന് കരുതി താമര വളരണമെന്നില്ല. എന്നാലും വളം കുറഞ്ഞു പോയാലും താമര ശരിയായ രീതിയിൽ വളരില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ വളം ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ജനുവരി മാസമാണ് ഇതിന് ഏറ്റവും പറ്റിയ സമയം. നട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ കോയിൻ ഷേപ്പിലുള്ള ലീഫ് വരാൻ തുടങ്ങും. അത് പിന്നെ ടബ് നിറഞ്ഞതിന് ശേഷം സ്റ്റാൻഡിങ് ലീഫ് വരാൻ തുടങ്ങും. സ്റ്റാൻഡിങ് ലീഫ് ഒരു 2-3 വന്നതിന് ശേഷമാണ് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത്. നമ്മൾ മണ്ണ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ തന്നെ അടിവളമായിട്ട് എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. സ്റ്റാൻഡിങ് ലീഫ് വരുന്നവരെ ഈ വളപ്രയോഗം തന്നെ മതിയാവും. പിന്നീട് എത്ര വളം കൊടുത്താലും ചെടി നന്നായി തഴച്ച് വളരും. ഏത് തരം വളമാണ് പിന്നീട് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ NPK അല്ലെങ്കിൽ DAP അങ്ങനെ ഏതെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ചെടിക്കുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മൾ വെക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ തവണ വളം കൊടുക്കുമ്പോൾ നമ്മൾ അളവ് കൂട്ടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മാസത്തിൽ 2 തവണയായിട്ട് നമുക്ക് വളം കൊടുക്കാം. ടബിൻ്റെ നടുവശത്തായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ മെല്ലെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം മെല്ലെ മണ്ണ് നീക്കി കൊടുത്താൽ മതിയാവും. നമ്മൾ സ്റ്റാൻഡിങ് ലീഫ് വന്നതിന് ശേഷം ആദ്യത്തെ വളപ്രയോഗം കഴിഞ്ഞു. ഇപ്പോൾ ജനുവരിയിൽ നമ്മൾ നട്ടാൽ 1 മാസം കൊണ്ട് ലീഫൊക്കെ വരും. ഫെബ്രുവരി ആദ്യമാകുമ്പോൾ 3 ഗ്രാം വളം കൊടുക്കുക. ഫെബ്രുവരി പകുതി ആകുമ്പോൾ അത് 6 ആക്കി ഉയർത്തുക. പിന്നെ മാർച്ച് ആകുമ്പോൾ മാർച്ച് ആദ്യത്തിൽ അത് 9 ഗ്രാം ആക്കുക. പിന്നെ ലാസ്റ്റ് അത് വീണ്ടും 12 ഗ്രാമിലേക്ക് എത്തിക്കുക. അതിനുശേഷം പിന്നെ അളവ് കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. ഇങ്ങനെ മാസത്തിൽ 2 തവണയായിട്ട് നമ്മൾ വളം വെച്ച് കൊടുക്കുക. ആമ്പലിനും നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് വളം കൊടുക്കുന്നത്. ആമ്പലിന് ടബിൻ്റെ സൈഡ് വശത്തായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അറിയാത്തവർക്ക് ഇതൊരു ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.